ഇവരൊന്നും എഴുന്നേറ്റില്ല ഇതേവരെ. ജോർജ് കുട്ടിച്ചായോ, ജോർജ് കുട്ടിച്ചായോ, എഴുന്നേക്കത്തെ. ഇതെന്നാ ഉറക്കം ഉറക്കണത്? മണ്ണിൽ കിടന്നിട്ടെ നടുവിനൊരു വേദന. അയ്യോ, എത്ര വൈകിയത്? ഞാനേ 3:30 ഇന്നലെ കിടന്നപ്പോ. 3:30? അത്ര നേരം എന്തെടുത്തിരിക്കരുത്? വല്ല ചാറ്റിയായിരുന്നോ? ഞാൻ ചാറ്റിങ്ങോ? കൊള്ളാം. ഇതാ അവിടെ നോക്കിയേ, അത് ഞങ്ങളുടെ കുടുംബക്കല്ലറിയാ. എനിക്കറിയാലോ. വല്യപ്പച്ചനെ അവിടെ അടക്കിയിരിക്കുന്നേ. വല്യപ്പച്ചൻ ഞാൻ 10 മണിയായപ്പോ കിടക്കാനായിട്ട് ഒരുങ്ങിയതാ. വല്യപ്പച്ച വന്ന് വിളിച്ചു പറഞ്ഞു, എടാ നീയും കൂടെ അങ്ങോട്ട് വാ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നു, നീയും കൂടെ നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്യപ്പച്ചനല്ലേ പോയേക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം വല്യപ്പച്ചനും ഉണ്ട്, വല്യമ്മച്ചിയും ഉണ്ട്, ഈയിടെ കാറിടിച്ച് മരിച്ച സൂസി എന്ന് പറഞ്ഞുള്ളില്ലേ, ആ 3 ഉണ്ട് അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ 2 പേരും 3 പേരും കൂടെ കൂടിയിട്ട് 1ഉം 2ഉം ഒക്കെ പറഞ്ഞ് വർത്താനം ഒക്കെ പറഞ്ഞ് പിന്നെ അവസാനം ഞങ്ങൾ റമ്മി കളിച്ച്. ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് റമ്മി കളി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടക്കുമ്പോൾ 3:30 മണിയായി. അല്ലാതെ ഞാൻ ആരോട് ചാറ്റാനായിട്ടാ? ഇവനെഴുന്നേറ്റില്ല ഇതുവരെ. അതിന് എണീക്കകത്ത് നീ വല്ല മേലാഴിക വല്ലതും ഉണ്ടോ? മുട്ട വിളിച്ചു. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതെന്നാ പെട്ടി മൊത്തം നശിപ്പിച്ചാണ് ഇറങ്ങി വരുന്നത്. ഇതേം കയറി കിടക്കണ്ടത്, സൂക്ഷിച്ച് ഇറങ്ങുക. എടാ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അത്രയും കാലകാലങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് കിടക്കണ്ടാണ്. എന്തോ ഇതാന്നറിയോ? അതെ, ചൂട്. ഇനി രാവിലെ എണീക്കുമ്പോഴേ ചുമ്മാ ഒന്ന് നടക്കാൻ പോവാം നമുക്ക്. എന്നിട്ട് എന്തിനാ ചത്ത് മണ്ണടിച്ച് വന്ന് കിടക്കണവര് ഇനി നടന്നിട്ട് എന്ത് കിട്ടാനാണ്? അല്ല, വണ്ടി ഇടിച്ച് തെറിപ്പിച്ചാ പിന്നെ ഈ പെട്ടി വേറെ ആരും വന്ന് കിടക്കും. എടാ, ചാകാത്ത പീസുകൾ നടക്കുന്ന ചുമ്മാ ഇരുന്ന് കാണുന്നതിന് കുഴപ്പമുണ്ടോ? അത് കൊള്ളാം. അത് കാണാൻ വേണ്ടിട്ടാ. നമ്മളെ ആരും കാണുന്നില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നടന്ന് അവരുടെ വീട് വരെ ചെല്ലാം. ശരിയാ, പക്ഷെ നമ്മളാരും കാണത്തില്ല. അതാ ഞാൻ പറഞ്ഞു. നമുക്ക് മറൈൻ ഡ്രൈവില് നടക്കാൻ പോവാം. അവിടെ നല്ല രസമാണോ? പിന്നെ എന്തൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നേന്നറിയാവോ? നമ്മൾ അവിടുന്ന് പോരൂല. ഞാനിത് കുറച്ചു നേരം ചെവി വെച്ച് മൂക്കിന്ന് എടുത്ത് പഞ്ഞി. അതിന്റെ നീ ചെവി വെച്ചത്? ആകെ നമ്മുടെ ഇതൊക്കെ അല്ലേ ഉള്ളു. ഇതൊക്കെ ഇങ്ങനെ റോൾ ചെയ്തൊരു ഗെയിം പോലൊക്കെ ചുമ്മാ ടാസ്ക് പോലെ കളിക്കല്ലേ. ഞാനും ചിലപ്പോ ഇതിന്റെ അകത്ത് കിടക്കുമ്പോ ഇതെടുത്ത് ചെവി വെക്കും. ആ തെമ്മാടിക്കുഴി എന്ന് വരുന്ന തെറി രാത്രി 12:30 കഴിഞ്ഞാൽ ചങ്ങാതിയെ സഹിക്കല്ലോ കേട്ടോ. ഭീകരം. അല്ലേ, എനിക്കൊരു സംശയം. ഞാൻ മിക്കവാറും എണ്ണിട്ട് വരുമ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരമാണല്ലോ, കലൂല് കലൂല എന്ന് പറയാ. അതെന്താ നിങ്ങൾ ഇത്ര സ്നേഹമായിരുന്നു? ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു? ആര്? ഞങ്ങൾ തമ്മിലോ? ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ പോലെ ശത്രുക്കൾ ആ നാട്ടിൽ കാണിയല്ല. ഇവൻ എന്നെ കണ്ട അന്നേരം ഇവൻ കൊല്ലും എന്നെ, ഞാൻ അവനെ കണ്ട അന്നേരം ഞാൻ അവനെ കൊല്ലും. ആ ഒരു പരുവത്തി നടന്നവനാ. യവനെ ഒറ്റൊരുത്തൻ കാരണം ഞാൻ മരിക്കാൻ കാരണം. ആണോ? ആന്ന്. തന്റെ കയ്യിലിരിപ്പിന്റെ എന്റെ എന്താ കയ്യിലിരിപ്പ്? എനിക്ക് നാട്ടില് ചിട്ടിയുടെ ഒക്കെ പരിപാടിയായിരുന്നു. ചിട്ടി എന്റെ പുരാതനമായിട്ട് കാരണവന്മാരായിട്ട് നടത്തിക്കൊണ്ട് വന്ന ഞങ്ങളുടെ സൈക്കിളിലൊക്കെ നടന്ന് ചിട്ടി പൈസ. ഞങ്ങൾ തന്നെയാണ്, സൈക്കിളിൽ തന്നെയായിരുന്നു. അപ്പൊ ചിട്ടിയുടെ പരിപാടിയായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ഈ കണക്കും കാര്യങ്ങളൊന്നും അത്ര പിടുത്തല്ല, വിദ്യാഭ്യാസം കുറവാ. അത് സംസാരിക്കുമ്പോ കിട്ടും. അല്ല, എനിക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവനെ എന്റെ സ്റ്റാഫ് ആക്കിട്ട് വെച്ചു. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ കാണാൻ ഇച്ചിരി സുന്ദരിയാണേ. ഏതാ? അതെ. അങ്ങനെ ഇവൻ എന്റെ കണക്ക് നോക്കി 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 അവസാനം എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ കണക്ക് നോക്കാൻ തുടങ്ങി. ലൈനായി. ഇവര് തമ്മിൽ ലൈനായി. നാട്ടുകാർ പലരും പലതും എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനങ്ങ് വിശ്വസിച്ചില്ല. ഒരു ദിവസം എന്റെ പൊന്നേടാവേ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പം എനിക്ക് തരേണ്ട ചോറ്, ഞാൻ കഷ്ടപ്പെട്ട അരിയുടെ ചോറ് ഉരുട്ടി എന്റെ ഭാര്യ ഇവന്റെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ചെന്നിട്ട് അവിടെ ചെവിക്കല് നോക്കി ഒറ്റ അടി ഇട്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടി ഞാൻ കഴിക്കേണ്ട ചോറാണ് ഇവന് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവക്കിട്ട് അടിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ചോറ് മൊത്തം വാരി ഞാൻ അങ്ങോട്ട് തിന്നു. നിങ്ങൾ കഴിക്കണം, നിങ്ങൾ അധ്വാനിച്ച ചോറല്ലേ അത്, പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ഇവനാണോ കഴിക്കേണ്ടത്? ആ ചോറ് തിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ പൊങ്ങുന്ന ഇതിൻ്റെ അകത്തുനിന്നാണ്. ഇങ്ങേർക്ക് ഈ കാശുണ്ടാക്കാൻ മാത്രം പറഞ്ഞൂട്, സ്നേഹിക്കാനൊന്നും പറഞ്ഞൂടാ. ആര് പറഞ്ഞു സ്നേഹിക്കറിയായിരുന്നു? മിണ്ടരുത്. പിന്നെ ഇനി ഞാൻ കേക്കട്ടെ, നിങ്ങൾ ഇനി സ്നേഹിക്കാൻ പോകാൻ പറ്റുമോ? അതെ, അങ്ങനെ ഞങ്ങള് തമ്മിൽ സ്നേഹമായി.
സ്നേഹമായി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നി. എനിക്കും പുള്ളിയുടെ ഭാര്യക്കും കൂടി. പക്ഷെ ഇയാള് തടസ്സമായിട്ട് ഞാൻ നിൽക്കല്ലേ. സമ്മതിക്കില്ല. ജീവിച്ചപ്പോഴും ഞാൻ കുത്തിക്കൊന്നു, രണ്ടെണ്ണത്തെ കൊന്നണേ ഞാൻ. പറയട്ടെ ഞാൻ കഥ കേക്കട്ടോ, അതിന് മുമ്പ് ഇടയ്ക്ക് കയറാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇയാള് സമ്മതിക്കൂല. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞു. സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? പറയണ ശരിയാവൂല. പിന്നെ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവള് ചോറില് വിഷം കലക്കിയിട്ട് ആ ചോറ് 2 പിടി എനിക്ക് തന്ന്. ഞാനത് കഴിച്ച് 3ാമത്തെ പിടി അവള് കഴിക്കാൻ പോയപ്പോഴാണ് ഇയാൾ വന്നത്. ഇയാളത് തട്ടിപ്പറിച്ച് ഇയാൾ മേടിച്ച് കഴിച്ചു. വിഷമാണോ മേടിച്ച് കഴിച്ചേ? പിന്നെ അല്ലാതെ അങ്ങനെയല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കണത്. വല്ല കാര്യമുണ്ട് ഈ മനുഷ്യന്. അയ്യോ, എന്താ മരിച്ചല്ലേ? അല്ല, നീ എങ്ങനെയാ മരിച്ചേ ചോദിക്കാൻ മറന്നു. എനിക്കുണ്ടായിരുന്നു ഇതുപോലെ ഒരു ലൈന്. ഓ, എനിക്ക് ഭയങ്കര ഒരു പ്രേമുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു സുന്ദരി പെണ്ണ, കാണാനൊക്കെ നല്ല സ്മാർട്ടാ. എവളുമായിട്ട് ലൈനായിട്ട് ഞാനങ്ങ് രാത്രി സംസാരമാ ഞങ്ങൾ തമ്മിൽ. രാത്രി ഇറങ്ങി അങ്ങ് നടക്കും. വീടിന്റെ തൊട്ടടുത്ത് ഒരു റെയിൽവേ പാളം ഉണ്ട്, അതിലേക്കൂടെ കയറി അങ്ങ് നടക്കും. അപ്പൊ ഇവള് എന്റെ ലൈനാണല്ലോ ഇവള്. പക്ഷെ ട്രെയിൻ വരുന്ന ലൈനിൽ കൂടെ ഞാൻ ഈ നടന്നു പോകുന്നു. ഇത് ഞാൻ അറിയുന്നില്ല, ലൈനാണല്ലോ രണ്ടും. അപ്പൊ ഇവളൊരു ഉമ്മ ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിന്റെ ഹോണടിയുടെ ശബ്ദവും അല്ലേ, ഈ 2 സാധനം കൂടെ എനിക്ക് പിടിയിട്ടില്ല. എന്തായി വരാൻ പോകുന്നതെന്നു. ഉമ്മ എന്ന് പറയുന്നത് ട്രെയിൻ വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയി. ഇത്ര എനിക്ക് ഓർമ്മ. പിന്നെ ഇവിടെ നിന്നിക്കുമ്പോഴാണ് ഈ ഫോൺ കാരണം എത്ര പേരെ മരിച്ചു പോകുന്നറിയോ? സെൽഫി എടുത്തിട്ട് എത്ര എണ്ണം പാറക്കുളത്തിൽ പോയി ചാവുന്നു. പിന്നെ ഫോൺ ഭയങ്കര ഉപദ്രവമാണ്. ഭയങ്കരമായിട്ട് ഫോണാണ് എന്നെ ചതിച്ചത്. എന്തായാലും പെണ്ണ് കാരണമാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കാനുള്ള കാരണം. സത്യം. അത് സത്യമല്ലേ? ഇനിയിപ്പൊ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ ഇവിടെ കിടന്ന് രണ്ടാമതൊന്നും തല്ലിച്ചാവേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ആവശ്യം ഇവിടെ ഇപ്പൊ നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കുന്നു. ആരുടെ ഒരു ശല്യം ഇല്ല. അല്ലേ കുറച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് എന്തിനാ ഈ തലയിൽ ഈ ചത്തവരുടെ തലയിലൊക്കെ ഇങ്ങനെ കെട്ടി മൂക്കിൽ പഞ്ഞു വെച്ച് കാല് തമ്മിൽ കൂട്ടിക്കെട്ടണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? എനിക്കുണ്ട് ആ ഒരു സംശയം എനിക്കുണ്ട്. ഒരു ബോറഡ് സാധനം ഇത്. സത്യം പറഞ്ഞാലേ ഇതിലൊരു കഥയും ഇല്ല. ഇത് പണ്ട് ഏതോ കാരണന്മാർ അന്ന് തോന്നിയ ഒരു ബുദ്ധി ഞാൻ കാണിച്ചതാ. എന്താ ബുദ്ധി? ഈ ചത്തി കഴിയുമ്പോഴേ പഞ്ഞു വെച്ച് അടയ്ക്കാണ് പിന്നെയും ശ്വാസം വലിച്ചവന്മാർ ജീവിക്കുകയല്ലോ. പിന്നെ വായിട്ടലയ്ക്കാതിരിക്കാനാണ് ഈ കെട്ട് കെട്ടുന്നത്. അഥവാ ജീവൻ വന്നിട്ട് എണീറ്റ് ഓടാതിരിക്കാനാണ് കാലേ കെട്ടുന്നത്. അല്ലാതെ ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കഥയില്ല. ഇവിടെ വന്ന് കിടന്നിട്ട് നമുക്ക് വല്ലതും തോന്നുന്നുണ്ട് ഈ 2 കെട്ടും ഒരു ഇതുമില്ല. പക്ഷെ അപ്പൊ ഒരു പെണ്ണാണ് ശരിക്കും പറയാൻ നിങ്ങളുടെ 2 പേരുടെ ജീവിതവും. അത് ഇന്നിപ്പോ ഞാൻ മരിച്ചിട്ട് 1 വർഷം തികയാ. നാണ്ട ഞാനെന്ന് പറഞ്ഞാൽ ഇവനും 2 പേരും. എന്തായാലും ഞാൻ കെട്ടിയനാണല്ലോ. എന്നെ കാണാൻ വേണ്ടി ഇന്ന് കല്ലറയിൽ അവൾ വരും, പൂ വെക്കും, പ്രാർത്ഥിക്കും. അത് ഉറപ്പാ. എനിക്ക് നിങ്ങൾ കാത്തിരുന്നോ? നിങ്ങളൊന്നും അല്ല എന്നെ കാണാൻ വരുവുള്ളൂ. പോടാവിയെന്ന് പള്ളി വെച്ച് നിയമപ്രകാരം കല്യാണം കഴിച്ചപ്പോ ഞാനാണോ എന്ന് കരുതി അവൾക്ക് യഥാർത്ഥ സ്നേഹമുള്ളത് എന്നോടല്ലേ എന്ന് പറഞ്ഞ് കെട്ടിയല്ലോ എന്നാതാവൂ ഇതന്നെ പറയുന്നത്. നമുക്ക് പേരിന് ഉണ്ടായിരുന്നുള്ളൂ. ഞാനായിട്ടായിരുന്നില്ലേ അവളുടെ ഇത്. അവൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിക്കിന്റെ അടിക്കാൻ പൂട്ടിക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്താ നീ ന്യായമല്ലാത്ത ന്യായത്തിന് കയറി പറയുന്നത്? അവൾ എന്നെ കാണാൻ ഇന്ന് വരും, ആ കാര്യം ഉറപ്പാണ്. പറഞ്ഞാല് നിങ്ങൾ 2 ഈ കഥ പറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് പുള്ളിക്കാരിയെ കാണാനോ എന്നുള്ള ഒരു ഇതുണ്ട്, മോഹമുണ്ട്. സുന്ദരിയാ, ആണോ, മിടുക്കിയാണ് ആള്. വരുമോ? ഇന്ന് വരുമോ? ഇന്ന് വരും എന്നുള്ള കാര്യം. ഇന്ന് ഞാൻ മരിച്ച ആണ്ട് ദിവസമല്ലേ, വരാതിരിക്കാൻ പറ്റിയല്ലോ അവക്ക്. ഇന്ന് കാണണോ? എനിക്കെന്ത് കാണണം? ഞാൻ പറഞ്ഞില്ല അവിടെ തന്നെ വെക്കുള്ളൂ. അത് നിങ്ങൾ ഭർത്താവ് തന്നെ എന്തായാലും ഭർത്താവിനെ ചതിക്കരുതല്ലേ. പിന്നെ നല്ലൊരു ശരീരം കൊണ്ട് നിങ്ങൾ ചതിച്ചൊന്നും അല്ലത്. അത് അവളുടെ സ്നേഹം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ നീ എന്തോ ഇത് കാണിച്ചിട്ട് അവളെ മയക്കെടുത്തതാ. അല്ല അങ്ങനെ വരികയല്ല. കരയുന്നുണ്ടോ? ഇത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഒന്നുകൂടെ പോയി ഞാൻ കെട്ടിയേനെ അവളെ. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇച്ചാനെ പറ്റിയിട്ട് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല ഇച്ചായ. സത്യമായിട്ട് ഞാൻ ഇച്ചാനെ ചതിച്ചിട്ടില്ല. ആ കിടക്കണ ജോസില്ലേ, അവനൊറ്റൊരുത്തന ഇതിനൊക്കെ കാരണം. എന്നെ കണ്ണും കയ്യും കാണിച്ച് മയക്കിയതായി ഇച്ചായ. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനതല്ലേ ആദ്യം പറഞ്ഞു. അവളാണ് എന്നെ മയക്കിയത്. പിന്നെ ഇപ്പൊ അവള് പറഞ്ഞു കേട്ടല്ലോ അവിടെ വായിന്ന് തന്നെ. പാവം നിഷ്കളങ്ക. ഞാൻ വെറുതെ ഒരുപാട് സംശയിച്ചവള്. ഇച്ചാനെ അറിയോ, ഞാൻ ആ ജോസിനെ ഒഴിവാക്കാൻ നോക്കിയതാ. ഇച്ചാൻ എന്തിനാ ആ ചോറ് തട്ടിപ്പറിച്ച് തിന്നത്? കേട്ടോ, ഈ ഒറ്റ എന്നെ ഇതിന്റെ അകത്ത് കൊണ്ട് ഇട്ടത്. മതിയായി ഇച്ചായ. ഇച്ചാനില്ലാത്ത ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട ഇച്ചായ. സഹിക്ക് മോളെ, എല്ലാം സഹിക്ക്. ഇച്ചായൻ ആവിയായി പോയില്ല. ഇനി പറഞ്ഞിട്ട് കഥയുണ്ടോ? പക്ഷെ ഞാൻ ജീവനോടുണ്ടായിരുന്ന ഞാൻ കെട്ടിയത്. പിന്നെ ഇവിടെ എടുത്തോണ്ട് പോവാണോ? അതിനത് എന്നോട് പൊറുക്കണേ ഒറ്റയടിക്ക് പ്ലേറ്റ് ഒക്കെ മാറ്റിയല്ലോ.
ജോസേട്ടാ, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചാവാൻ പോയതല്ലേ, ആ കാലമടന്നല്ലേ ചോറ് വാരി തിന്നത്. ഇവളെ ഇന്ന് കൊന്നോട്ടേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം ജോസേട്ടാ. ജോസേട്ടാ, ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും ഇച്ചായൻ്റെ അച്ഛനും കൂടെ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് തീർക്കാൻ എൻ്റെ അപ്പച്ചന് പറ്റിയില്ല. അത് കാരണം എൻ്റെ തലയെ കെട്ടിവെച്ച് കൊടുത്തതാ. തന്നെ തലയെ കെട്ടി വെച്ച് തലക്കെട്ടുണ്ട്. അല്ലാതെ എന്നെ പോലത്തെ ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ് അങ്ങനെ കെട്ടുവോ? പറ ജോസേട്ടാ, പറ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അറിയാമത്തെ ടാറ്റേട്ടാ. അവിടെ പൂ പിന്നെ എടുത്ത് ഇനി ആളുണ്ടോ? എന്റെ അടുത്തൊക്കെ വരുമോ? എന്നെ എന്താ അറിയത്തൊന്നുമില്ല. പിന്നെ വെക്കുന്നു. ഇനി ഞാൻ രണ്ടുപേരായിട്ടും കൂടി ഒരു കാര്യം പറയുക. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി. അത് കാരണം ഞാനിപ്പോൾ ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്. അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്. രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം. ഞാൻ കെട്ടാൻ പോണ ആളെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിക്കട്ടെ ഇച്ചായ? ജോസേട്ടാ, ആ ഹതഭാഗ്യനാരാ? സെബിച്ചായ. ഓ വാ. സെബിച്ചായ ഇതാരാ? എവനാ? അയ്യേ, വാ. വേറെ ആരെയും കിട്ടിയില്ലേ? ഏതാണ്ട് കീ കൊടുത്ത പാവല്ലേ? വാ. അനുഗ്രഹം മേടിച്ചു. ഇതാരാ? ഇത് എന്റെ അപ്പച്ചൻ. ആ, അപ്പച്ചനാ എന്നെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടർ ആക്കിയത്. ഡോക്ടറാ ഇവളാ? എവിടെന്ന്? 10ാം ക്ലാസ് തോറ്റിട്ട് അണ്ടി കമ്പനി ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഇവളെ കെട്ടിയത്. ഒരാളും കൂടെ ഉണ്ട്. ഒരാളും കൂടെ ഉണ്ടോ? ഇതാരാ? ഇത് എന്റെ വല്യപ്പച്ചൻ. വല്യപ്പച്ചന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടർ ആക്കണമെന്ന്. അനുഗ്രഹം വെക്കും. പോട്ടെ. ചെല്ലടി ചെല്ല്. വെള്ളൊക്കെ ഇടയെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടത് എന്ത് ഭാഗ്യവാ. പിന്നെ ഇവിടെ സമാധാനം ഉണ്ടല്ലോ. അവള് ചത്തു വരട്ടെ, നമുക്ക് രണ്ടുപേർക്ക് എണ്ണി പ്രതികാരം ചോദിക്കണം. ഓരോ കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് നാളെ തന്നെ അവളോട് ചോദിക്കാം. അതിന് അവള് ചാവണ്ടോ? എടോ, ഇന്ന് അവിടെ ആരാത്രിയല്ലേ? നാളെ മരിച്ചവളിവിടെ വരും. അതെങ്ങനെ? സുരക്ഷിതമായ കൈകളിലാണ് അവളോട്ട് ചെന്നേക്കുന്നത്. അവൾ ആരുടെ കൂടെ പോയെന്നറിയോ? ഇല്ല. 5 പേരെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി തന്നെ തലക്കടിച്ചു വന്ന സൈക്കോ സബാട്ടിയുടെ കൂടെ. നാളെ തന്നെ അവൾ ഇവിടെ വരും. ആണോ? എങ്കിലൊക്കെ